അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ +2 തഫ്സീറിൻ്റെ ചോദ്യപേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇനി ചർച്ചയ്ക്കെടുക്കുന്നത്. മാദാ കാല മസ്റൂഖ് റളിയല്ലാഹു അൻഹു അൻ സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയയെക്കുറിച്ച് മസ്റൂഖ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? മൻ അറാദ അൻ യഅലമ നബഅൽ അവ്വലീന വൽ ആഖിരീൻ വനബഅ അഹ്ലിൽ ജന്നത്തി വന്നാർ. ആരെങ്കിലും മുൻഗാമികളുടെയും പിൻഗാമികളുടെയും വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെയും നരകത്തിലെയും ആളുകളുടെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാഹിലി ദുന്യാ വാഹിലിൽ ആഖിറ, പാരത്രിക ലോകത്തെയും ഭൗതിക ലോകത്തെയും ദുന്യാവിലെയും ആളുകളുടെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഖ്റ സൂറത്തുൽ വാഖിയ, അവൻ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യട്ടെ എന്നാണ് മസ്റൂഖ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ വാഖിയയെക്കുറിച്ച് പറഞ്ഞത്. നാലാമത്തത് ഖാലൽ ആസിം ബിൻ വായിൽ. ആസിബിൻ വായിൽ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആരാണ് നുരുമ്പിപ്പോയ എല്ലുകളെ ഇനിയും ജീവിപ്പിക്കുന്നത് ആരാണ് എന്ന് ആസിബിന് വായിൽ എന്ന ആൾ ചോദിച്ചപ്പോൾ ഫമാദാ കാലല്ലാഹു ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പറഞ്ഞത്? അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അതാണ് ചോദിക്കുന്നത്. ആസിബിന് വായിൽ പറഞ്ഞു, നുരുമ്പിപ്പോയ എല്ലുകൾ ആരാ ജീവിപ്പിക്കുക എന്ന് ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു എന്താ പറഞ്ഞത്? അതിന് മറുപടി കൊടുക്കാൻ കുൽ യുഹ്യില്ലദീ അൻശഅഹാ അവ്വല മർറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നബിയെ അങ്ങ് പറയുക, ആ ശരീരങ്ങളെ ജീവിപ്പിക്കും അതിനെ ആദ്യ ഘട്ടത്തിൽ ആരാണോ സൃഷ്ടിച്ചത് അവൻ. കാരണം വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, ആ അള്ളാഹു ആ സൃഷ്ടികളെക്കുറിച്ച് എല്ലാ സൃഷ്ടികളെക്കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ്. ആസിബിൻ വായിലിൻ്റെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് എന്താ പറഞ്ഞത്? ആദ്യഘട്ടത്തിൽ വസ്തുവിനെ, ആ സൃഷ്ടിയെ ആരാണോ സൃഷ്ടിച്ചത് അവൻ തന്നെ അതിനെ സൃഷ്ടിക്കും. അവൻ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും അറിയുന്നവനാണ്. അടുത്ത ചോദ്യം, മാദാ യുഖാലു ലിൽ കുഫാരി ഫിൽ ആഖിറത്തി ഇൻദ ഇഖ്തിലാതിഹിം ബിൽ മുഅ്മിനീൻ. പാരത്രിക ലോകത്ത് അവിശ്വാസികൾ മുഅ്മിനീങ്ങളോട് കൂടിച്ചേരാൻ വേണ്ടി കൂടിച്ചേരുമ്പോൾ അവിശ്വാസികളോട് എന്താണ് പറയുക? പാരത്രിക ലോകത്ത് വെച്ച് അവിശ്വാസികൾ വിശ്വാസികളുമായിട്ട് കൂടിക്കലരുമ്പോൾ അവരോട് എന്താണ് പറയുക? ഈ അവിശ്വാസികളോട് എന്താണ് പറയുക? ഉത്തരം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ അകന്നു പോകുക, വിശ്വാസികളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക എന്നാണ് പറയുക. ബയ്യന മാ തഹത്തഹു ഖത്തുൻ, താഴെ വരയിട്ടത് വിശദീകരിക്കുക. ഇവിടെ ഫി സമൂമിൻ വ ഹമീം എന്നാണുള്ളത്. അപ്പോൾ അതിൻ്റെ ആ സമൂം എന്ന പദത്തെയാണ്, ഫി സമൂം എന്ന പദത്തെയാണ് വിശദീകരിക്കേണ്ടത്. അറബിയിൽ അതിനെ വിശദീകരിക്കുമ്പോൾ രീഹൻ ഹാറത്തും മിന്നാർ, നരകത്തിൽ നിന്നുള്ള തീക്കാറ്റ്, തംഫുദു അത് തുളച്ചു കയറും, ഫിൽ മസാമി രോമകൂപങ്ങളിൽ. അപ്പോൾ രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന നരകത്തിൽ നിന്നുള്ള ചുടുകാറ്റ്, സമൂമിൻ്റെ അർത്ഥം അതാണ്. ബി അക്വാബിൻ വ അബാരിക്ക, അവിടെ അക്വാബ് എന്ന പദത്തെയാണ് കൂബിൻ്റെ ബഹുവചനായ അക്വാബ്. അക്വാബ് എന്ന പദം എന്ന് പറഞ്ഞാൽ ആനിയത്തുല്ല ഉറുവത്ത ലഹ വലാ ഖുർത്തൂമുൻ, പിടിയോ തുമ്പിക്കയ്യോ ഇല്ലാത്ത പാത്രം. തുമ്പിക്കൈ എന്ന് പറഞ്ഞാൽ ഈ ജവന, അതിനുണ്ടാവും ഒരു വളഞ്ഞിട്ട് വെള്ളം ഒഴിക്കാനുള്ള തുമ്പിക്കൈ പോലെ ഒരു ഭാഗം, അതാണ് തുമ്പിക്കയ്യോ പിടിയോ പിടുത്തമോ ഇല്ലാത്ത പാത്രം. വ കഅ്സിൻ മിൻ മഈൻ, കഅ്സ് എന്നത് ആ പദത്തെയാണ് വിശദീകരിക്കേണ്ടത്. ഗ്ലാസ്, കോപ്പ എന്നൊക്കെ പറയും. കിദഹുൻ ഫീഹി ഷറാബുൻ, പാനീയമുള്ള പാത്രം. അപ്പോൾ വെള്ളമുള്ള പാത്രം, അതിനാണ് കഅ്സ് എന്ന് പറയുക. മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ,
കുഴികളിൽ നിന്ന് അവർ അവരുടെ രക്ഷിതാവിലേക്ക് ചെന്ന് ചേരുക. അപ്പോൾ അജ്ദാസ് എന്ന പദത്തിനെയാണ് ഇവിടെ വിശദീകരിക്കേണ്ടത്. അജ്ദാസ് എന്ന് പറഞ്ഞാൽ കുഴികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുബൂറുൻ, കബറുകൾ. ഇനി ഹത്ത ആദ, അത് മടങ്ങുന്നത് വരെ കൽ ഉർജൂനിൽ കദീം, പഴയ ഈന്തപ്പനക്കുലയുടെ തണ്ട്. അതിൽ ഉർജൂനുൽ കദീം, കൽ ഉർജൂനുൽ കദീം എന്ന പദത്തെയാണ് വിശദീകരിക്കേണ്ടത്. അഥവാ അല്ലിദുക്കുൽ ലാബിസ്, ഉണങ്ങിയ ഈന്തപ്പനക്കുല. ഉർജൂനുൽ കദീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം അല്ലിദുക്കുൽ ലാബിസ്, ഉണങ്ങിയ ഈന്തപ്പനക്കുല. അടുത്തത് ഉക്തുബുൽ ആയത്തിൽ മുനാസിബ, യോജിച്ച ആയത്ത് എഴുതി കൊടുക്കാൻ, 5ാമത്തെ പാർട്ട്. ഇവിടെ ബി അൻ തലുമ്മൽ ഐദി ഇലൽ അനാക്കി, പിരടിയിലേക്ക് കൈകൾ ചേർക്കപ്പെടൽ കൊണ്ട്. അതിൻ്റെ തഫ്സീർ ഈ ഉക്തുബുൽ ആയത്തിൽ മുനാസിബ, യോജിച്ച ആയത്ത് എഴുതി കൊടുക്കണം. ഈ തഫ്സീറിന് ബി അൻ തലുമ്മൽ ഐദി ഇലൽ അനാക്കി, പിരടിയിലേക്ക് കൈകളെ ചേർക്കാം. അതിൻ്റെ ആയത്ത് എന്താണ്? ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം അഗ്ലാലൻ, അവരുടെ പിരടികളിൽ നാം ചങ്ങലകളെ, കെട്ടുകളെ വെച്ചിരിക്കുന്നു. ഇനി 2ാമത്തത് അലാ ഷക്കിലിൽ ഔലാദിലാ യഹ്റമൂൻ, വാർദ്ധക്യം ബാധിക്കാത്ത ആൺകുട്ടികളുടെ രൂപത്തിൽ എന്നതാണ് തഫ്സീർ. അതിൻ്റെ ആയത്ത് എന്താണ്? യതൂഫൂന അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ആ സ്വർഗവാസികളെ വലയം വെക്കുന്നു സ്ഥിരവാസികളായ കുട്ടികൾ. യതൂഫു അലൈഹിം, അവരെ വലയം വെക്കുന്നു, ചുറ്റുന്നു. വിൽദാനും മുഖല്ലദൂൻ, ശാശ്വതരായ കുട്ടികൾ. അതിൻ്റെ തഫ്സീറാണ് ഇപ്പുറത്ത് പറഞ്ഞത്. അലാ ഷക്കിലിൽ ഔലാദിലാ യഹ്റമൂൻ, വാർദ്ധക്യം ബാധിക്കാത്ത ആൺകുട്ടികളുടെ രൂപത്തിൽ. ഈ തഫ്സീറിന് പറ്റിയ ആയത്ത് ഏതാണ്? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഇനി പരിഭാഷപ്പെടുത്ത തർജിം. മൻ ഖറഅ സൂറത്തൽ വാഖിയത്തി കുല്ല ലൈലത്തിൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദൻ, എല്ലാ രാത്രികളിലും വാഖിയ സൂറത്ത് ഓതിയാൽ ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല, അവനിലേക്കെത്തില്ല. മൻ ഖറഅ സൂറത്തൽ വാഖിയ ഒരാൾ ഓതി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, ലം തുസിബുഹു, അവനെ പിടിപെടില്ല, അവനെ ബാധിക്കില്ല, ഫാഖത്തുൻ, ദാരിദ്ര്യം, അബദൻ, ഒരിക്കലും. 2ാമത്തത് മാമിൻ മയ്യത്തിൻ യുഖ്റഉ അലൈഹി യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, സൂറത്ത് യാസീൻ ഒരു മരിച്ചാളുടെ മേൽ ഓതിയാൽ അയാളുടെ മേൽ ശിക്ഷയെ ലഘൂകരിച്ചു കൊടുക്കും. ഉക്തുബിൽ മായന, അർത്ഥം എഴുതുക. അത്റാബ്, സമപ്രായക്കാർ. അത് ഹൂറുൻ അയ്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. ഖസീമുൻ, തർക്കക്കാരൻ. ലുഉലുഉൻ, മുത്തുകൾ. ഫാക്കിയത്തുൻ, പഴങ്ങൾ. അപ്പോൾ അരക്കൊല്ല പരീക്ഷയുടെ ചോദ്യപേപ്പർ, തഫ്സീറിൻ്റെ ചോദ്യപേപ്പറോട് അവസാനിക്കുകയാണ്. 2 ഭാഗവും ചർച്ചയ്ക്ക് വന്നു. ആദ്യ ഭാഗം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ഇത് 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.